ഹലോ വെൽക്കം ടു എ സാറ്റർഡേ വ്ളോഗ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീക്ക് ഓഫാണ്. നമുക്ക് വിഷു ഈസ്റ്റർ വീക്കെൻഡാണ്. 2-3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻസ് ഇട്ടു. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അവിടെ പോവാം, ട്രിപ്പ് പോവാം 3 ദിവസം. അവസാനം ഫ്രഷായിട്ട് വന്ന് നമ്മൾ നന്ദി ഹിൽസ് പോവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഒരു 4:30 മണി ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നെക്സസ് മോളിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു അവർ പുറകെ ജോയിൻ ചെയ്തോളാം, നമ്മൾ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളൊരു ബൈക്ക് റൈഡൊക്കെ പോയിട്ട് കുറേ ആയി. അപ്പം ഞാനാണ് ഇങ്ങനെ പുഷ് ചെയ്ത് നമുക്കൊരു ബൈക്ക് റൈഡ് പോവാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് പ്ലാൻസൊക്കെ ഇട്ടെന്നുണ്ടെങ്കിലും അവസാനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമ്മൾ നന്ദി ഹിൽസ്, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും, നമ്മളെല്ലാ പ്ലാനും ഇട്ട് അവസാനം വന്ന് നന്ദി ഹിൽസിൽ വന്ന് നിൽക്കും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി സൺറൈസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി വെട്ടമൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ സൺറൈസ് ഇത്തിരി നേരത്തെയാണെന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ എക്സൈറ്റ്മെൻറ്റിന് കുറവൊന്നുമില്ല. കാരണം എഗെയിൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഒരു റൈഡ് കിട്ടിയല്ലോ, നല്ല തണുപ്പുണ്ട്. പിന്നെ എനിക്ക് പെർട്ടിക്കുലർലി രാവിലത്തെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എഴുന്നേക്കാൻ ഇത്തിരി പാടാണെങ്കിലും എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ റൈഡ് അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ കോട്ടവാതിൽ കിടന്ന് നന്ദി ഹിൽസ് എത്തി. എപ്പോഴത്തേയും പോലുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ ഈ വീക്കെൻഡ് ബാംഗ്ലൂർ ഇത്തിരി തിരക്ക് കുറവുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഉള്ള ടിക്കറ്റൊക്കെ എടുത്ത് മേലെ വന്നു, ഒരു സ്പോട്ടിൽ വന്നിരുന്നു. സണ്ണൊക്കെ എപ്പോഴേ റൈസ് ചെയ്ത് വന്നു കഴിഞ്ഞു. എന്നാലും നമ്മൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു, നടന്നു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഒരു കഫേ തന്നെ ഉണ്ട്. അതിനകത്ത് നമ്മൾ വടയും ചായയും ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. അങ്ങനെ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചിറങ്ങി. നല്ല നല്ല സീനറീസൊക്കെ ഉള്ള സ്ഥലത്ത് നിർത്തി ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു വന്നത്. കാരണം സാറ്റർഡേ ആണ്, ആർക്കും പണിയൊന്നുമില്ല. തിരിച്ചു വന്നിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്ലാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര പതുക്കെയാണ് വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി. ഞാൻ എപ്പോഴത്തെയും പോലെ ഇഡ്ഡലി ചട്നിയാണ് ഓർഡർ ചെയ്തത്. ചായയും ഒരെണ്ണവും കൂടി കുടിച്ചു. പിന്നെ ആരോ റവക്കേസരിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഈ നൈക്കിയുടെ ഷോറൂമിലൊന്ന് കയറി. എനിക്ക് വെറുതെ ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വെയിലായിരുന്നു, നല്ല ചൂടും ട്രാഫിക്കും. നല്ല ടയർഡായിട്ടാണ് നമ്മൾ എത്തിയത്. തലേന്ന് രാത്രി നമ്മൾ അധികം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഒരു 12:30 മണിയായപ്പോഴാണ് വീട്ടിൽ വന്ന് കയറിയത്. നല്ല ടയർഡായിട്ട് ഉറക്കം തൂങ്ങിയാണ് വന്ന് കയറിയത്. എന്താണ് ഈ ട്രിപ്പിനെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം? യാത്രയ്ക്ക് പോകുമ്പോൾ 5 പൈസയുടെയെങ്കിലും വിവരമുള്ള ആൾക്കാരാണ് കൊണ്ടുപോകാൻ. ഇടത്തും വലത്തും പോലും മനസ്സിലാത്ത കുറെ കിളികളാണ് എൻ്റെ വണ്ടിയുടെ കൂടെ വന്നേക്കുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നല്ല ടയേർഡായിരുന്നു, വിശപ്പുണ്ടായിരുന്നെങ്കിലും ഉറക്കം മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും വൈകിട്ടായി. അങ്ങനെ നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവനുമായിട്ട് സംസാരിച്ച് നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിരിയാണിയും ചപ്പാത്തി ചിക്കൻ കറിയും ഒക്കെയാണ് വാങ്ങിയത്. വിശപ്പിൻ്റെ കൂടുതൽ കാരണവും ആർത്തി കൂടുതൽ കാരണവും നമ്മൾ വളരെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയാറായപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പ്ലാൻ ഓണായി. നമുക്ക് വൈകിട്ട് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ തന്നെ പിന്നെ നമ്മളൊന്ന്
ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങി ഊബർ വിളിച്ചിട്ടാണ് പോയത്. നമ്മളുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. തട്ടിയില്ല മുട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മൾ സ്ഥലത്തെത്തി. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ട്രാഫിക്കിൽ എന്തായാലും കുറച്ച് നേരം കിടക്കണം. ബാംഗ്ലൂർ ആകുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ പകുതി നമ്മൾ ട്രാഫിക്കിൽ കിടന്നാലാണ് ശരിയാവുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കോർമംഗ്ല റോഡിലേക്ക് കയറി. കോർമംഗ്ല ബോഹോയിലാണ് നമ്മൾ പോകുന്നത്. എപ്പോഴത്തെയും പോലെ തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല. വീക്കെൻഡുകളിൽ പൊതുവേ ഈ റോഡ് ഭയങ്കര തിരക്കായിരിക്കും, റഷായിരിക്കും. ഇത്തവണ അത്രയും തിരക്കുള്ളതുപോലെ എനിക്ക് തിരക്ക് കുറവുള്ള പോലെയാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയത്. ഇൻഫാക്ട് നമ്മൾ ബോഹോയിലെത്തുമ്പോഴും ആൾ ഭയങ്കര കുറവായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ആളായിരിക്കും ഇവിടെ എപ്പോഴും വീക്കെൻഡ്. പക്ഷേ പ്രത്യേകിച്ച് ആളോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു സാലഡ് ഓർഡർ ചെയ്തായിരുന്നു. ഇതൊരു ചെറിയ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാലഡായിരുന്നു. പിന്നെ ഒരു മോക്ടെയിൽ ഓർഡർ ചെയ്തു. ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐസ് ടീ ആണ് ഓർഡർ ചെയ്തത്, ലൈമൊക്കെ ഇട്ടിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് ഫ്ലോറൊക്കെ ഓണായി. ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഡാൻസ് ഫ്ലോർ ഓണായത്. പിന്നെ നമ്മളൊരു 1 മണി വരെയും ഡാൻസ് കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പിന്നെയും വിശന്നു. നമ്മൾ മെക്ഡിയിൽ കയറി ബർഗറും ഐസ് ടീ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നടന്നാണ് വീട്ടിലോട്ട് പോയത്. സോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക്. പ്ലീസ് ഡു സപ്പോർട്ട് ഗൈസ്. താങ്ക് യു.